എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെ പേര് ലക്ഷ്മി. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്റെ രൂപവും ശബ്ദവും എല്ലാം AI ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഭാവനയിൽ നിന്നും എന്റെ ഈ രൂപം എങ്ങനെ നിർമ്മിച്ചു എന്നും എനിക്ക് ഈ ശബ്ദം എങ്ങനെ നൽകി എന്നും ഈ വീഡിയോയിൽ പറഞ്ഞുതരും. ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു AI ക്യാരക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് Midjourney എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. Midjourney കുറിച്ച് നിങ്ങൾ ഓൾറെഡി മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും. വേൾഡിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു AI ഇമേജ് ജനറേഷൻ ടൂളാണ്. ജനറേറ്റീവ് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റിൽ നിന്നും ഇമേജ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് Midjourney എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ Midjourneyയിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഡിസ്കോഡ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ചാറ്റ് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, discord.com എന്ന് പറഞ്ഞ സൈറ്റിൽ വന്നതിന് ശേഷം ഓപ്പൺ ഡിസ്കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കോഡിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ടി വരും. സിംപ്ലി ഏതൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യുന്ന പോലും സൈനപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിനായി പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് Midjourneyയിലേക്ക് തിരികെ വരാം. midjourney.com, ഞാനിതിൻ്റെ ലിങ്ക്സ് എല്ലാം ഈ വീഡിയോന് താഴെ കൊടുക്കുന്നതായിരിക്കും. Midjourney സൈറ്റിൽ സൈൻ ഇൻ കൊടുക്കാം, അല്ലെങ്കിൽ ജോയിൻ ബീറ്റ കൊടുക്കാം. ഞാനിപ്പോൾ സൈൻ ഇൻ കൊടുക്കുന്നു. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കോഡ് അക്കൗണ്ട് വഴിയായിരിക്കും Midjourneyയിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. സോ ഡിസ്കോഡിൻ്റെ ഒരു അതോറൈസേഷൻ ഒരു പോപ്പപ്പ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ പ്രോംപ്റ്റിൽ നമ്മൾ പെർമിഷൻ കൊടുത്തു അതോറൈസ് ചെയ്യുന്നു, Midjourneyയിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ലോഗിൻ ചെയ്തു. ഇനി ഞാൻ അതിനുള്ളിൽ ഗോ ടു ഡിസ്കോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ Midjourneyയുടെ ഡിസ്കോഡ് സെർവറിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ന്യൂബീസിൻ്റെ കുറച്ച് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. ന്യൂബി 4 എന്ന് പറഞ്ഞൊരു റൂം ഞാൻ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഡിസ്കോഡ് റൂമിൽ നമ്മൾ വന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഐഡിയാസ്. പലരും അവരുടെ ഇമാജിനേഷൻ ബേസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് ഇമേജസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കളർ എപ്പിക് സിനിമോഗ്രാഫ് ഓഫ് എ ഫിയർലെസ് അറ്റാക്കിംഗ് ഗ്രിറ്റി ആസ്ടെക് ഇന്ത്യൻ വാരിയർ ഇൻ എ മിഡിൽ ഓഫ് എപ്പിക് ബാറ്റിൽ എന്ന് പറഞ്ഞൊരു ഫോട്ടോ റിയലിസ്റ്റിക് ഡൊമസ്റ്റിക് സ്റ്റോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ആ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചൊരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഓണൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രോംപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം, മെസ്സേജ് റൈറ്റ് ചെയ്യാനുള്ളത്. അവിടെ നമ്മളൊരു // ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇമാജിൻ എന്ന് ഒന്ന് റൈറ്റ് ചെയ്യുക. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാനവിടെ റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സൂപ്പർ റിയലിസ്റ്റിക് DSLR ഫോട്ടോ ഓഫ് എ വിമൻ വിത്ത് കേരള ഓണം കോസ്റ്റ്യൂം ഫേസിങ് ഫ്രണ്ട്. അഡീഷണൽ ഒരു പാരാമീറ്റർ കൂടി പാസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് റേഷ്യോ 16.9, ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഈ ഒരു കമാൻഡ് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അതിൽ പതിയെ രൂപം തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 4 വേരിയേഷൻസ് ആയിരിക്കും Midjourney നമുക്ക് തരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വേരിയേഷൻ സെലക്ട് ചെയ്ത് അതിൻ്റെ അൾട്രാ ഹൈ റെസൊല്യൂഷനുള്ള ഫോട്ടോ ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് വേരിയേഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ അതിൽ വരും. ഇമേജ് അങ്ങനെ ക്രിയേറ്റ് ആയതുകൊണ്ട് നമുക്കത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത്രയും പിക്ചേഴ്സാണ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വളരെ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസാണ് വന്നിരിക്കുന്നത്. ഒരു DSLR ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഇത്രയും പെർഫെക്ഷനോട് കൂടിയാണ് AI ഈ ഇമേജ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന രൂപസാദൃശ്യമുള്ള ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ഇത് ഫുള്ളി AI അതിൻ്റെ ഇമാജിനേഷനിൽ നിന്ന് ജനറേറ്റീവ് പവർ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊന്നും കൂടി ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേറൊരു വേരിയേഷനും കൂടി ജനറേറ്റ് ചെയ്ത് വരും. അത് വെയിറ്റിംഗ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസിലുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ രണ്ടാമത്തെ വേരിയേഷൻസും ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ബ്ലറി ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഫുള്ളി റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഫുൾ ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും. ഇനി ഇതിലെ ഈ ഒരു ഇമേജിൽ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈ ക്വാളിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് അതിലൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് U3 ആണെന്ന് വിചാരിക്കും, 1 2 3 ഇതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫുൾ ക്വാളിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് U3 ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ ഹൈ ക്വാളിറ്റിയുള്ള ഇമേജ് ജനറേറ്റ് വന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാൻ പറ്റും നമുക്ക് ഓണത്തിൻ്റെ ഒരു തീമൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടായിരിക്കും. സാരി, പിന്നെ ഒരു ഓണപ്പൂക്കളൊക്കെയാണ് തലയിലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കേരള സ്റ്റൈൽ, സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ബ്യൂട്ടി ഇമേജൊക്കെയാണ് ജനറേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഈ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് സിംപ്ലി സേവ് ഇമേജസ് കൊടുത്താൽ സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഡിസ്കോഡിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ചാറ്റുകൾ വരുമ്പോൾ നമ്മുടെ പുറകിലേക്കൊക്കെ പോകും. നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജസ്. സോ നമ്മൾ Midjourney അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ
നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസിലെല്ലാം അവിടെ കാണാൻ പറ്റും. സോ ഇതൊക്കെ ഞാൻ മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്ന ഇമേജസാണ് കാണുന്നത്. സോ റീസെൻ്റ്ലി അപ്സ്കെയിൽ ചെയ്തിരിക്കുന്ന ഇമേജസ് 2 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ഇമേജാണ്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇതൊരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഐക്ക് സംസാരിക്കാനായിട്ടൊരു സ്ക്രിപ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൻ്റെ മലയാളം ടൈപ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ഓപ്പൺ ആയി വരും. അതിൽ സിമ്പിളായിട്ട് മംഗ്ലീഷിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സോ സിമ്പിളായിട്ട് അത് റൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഓഡിയോ, AI ബേസ് ചെയ്തൊരു ഓഡിയോ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വോയിസ് മോഡുലേഷൻസ് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വോയിസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിപ്പോൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് അതിലൊരു ഓഡിയോ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു കാണുന്ന ഓപ്ഷനിലേക്ക് എത്താനായിട്ട്. ഓക്കെ, ഇതൊരു ഓപ്ഷനിലാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ടൂളിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ ഒരു സിമ്പിൾ അപ്രോച്ച് കൂടി ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു അപ്രോച്ച് വഴി ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വോയിസ് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള വോയിസിൽ നിന്ന് നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഇത് മലയാളം ആയതുകൊണ്ട് നമ്മൾ മലയാളം സെലക്ട് ചെയ്തു. അതിൽ നിന്നും ശോഭന, മിഥുൻ, ഇനി 2 വോയിസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് ഒരുപാട് വോയിസ് വരുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിതൊന്ന് പ്ലേ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ കണ്ടോ, ഇതേ രീതിയിലാണ് അത് സംസാരിച്ച് പോകുന്നത്. പക്ഷേ ഇതിൽ മേ ബി ഇൻപെർഫെക്ഷൻസുകൾ ഉണ്ടായിരിക്കും. കാരണം ഒരു AI ഒരു എംഫസൈസ് ചെയ്യാതെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ സംസാരിച്ച് പോകുമായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നേരിട്ട് സംസാരിച്ച് പോകുന്ന ഇടയിൽ നമുക്കൊരു സ്റ്റോപ്പിംഗ് വേണം കാര്യമായിട്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് സൈലൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെയാണെങ്കിൽ പ്രൊനൗൺസിയേഷനിൽ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പിച്ച്, വോളിയം, സ്പീഡ്, ഇപ്പോൾ ഇതിപ്പോൾ അതൊക്കെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഓപ്ഷൻസ് വഴി നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത ഒരു ഓഡിയോ ഒരു സാധാരണ രീതിയിൽ ഒരു ആങ്കർ സംസാരിക്കുന്ന അതേ ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ അവൈലബിൾ ആണ്. എന്നിട്ട് സിംപ്ലി നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ഡിസ്കിലേക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു നമുക്ക് MP3 ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അത് വീഡിയോയിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വോയിസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ, നമ്മളൊരു ഇമേജാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇമേജിന് ഒരു എക്സ്പ്രഷൻസ് കൊടുക്കണം, ഈ വോയിസ് കൊടുത്ത് ഒരു വീഡിയോ ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് D-ID എന്ന് പറയുന്നൊരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്താണ്. ഒരുപാട് സൈറ്റുകൾ ഇങ്ങനത്തെ ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിലേക്ക് ലോഗിൻ ചെയ്യാണ്. അതിനുശേഷം ക്രിയേറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ആക്ച്വലി ഇവിടെ ഒരുപാട് അവതാർസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. ഓൾറെഡി ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അവതാർസ്. ഇവിടെ നമ്മൾ കസ്റ്റമായിട്ടുള്ളൊരു അവതാറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്ക്രിപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഓൾറെഡി ടൈപ്പിംഗ് ടൂളിൽ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വോയിസ് റെക്കോർഡ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇപ്പോൾ അത് ചെയ്യുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതുവഴി കിട്ടുന്ന ഒരു ഓഡിയോ തന്നെ അങ്ങ് ഉപയോഗിക്കാം. ഇതിലും ആ ഒരു അഷ്യൂറിൻ്റെ API തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു വോയിസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നും ശോഭന വോയിസ് എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിപ്പോൾ ജനറേറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യണമെന്നാലാണ് നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റുക. ഫ്യൂ മിനിറ്റ്സ് എടുക്കുമായിരിക്കും. അതിനുള്ളിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഞാൻ ജനറേറ്റ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഒരു ലെസ് ദാൻ 1 മിനിറ്റ്സ് ടൈം എടുത്തിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് പ്ലേ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതുപോലെ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഈ ഇടയ്ക്ക് വൈറലായിരുന്നു. അത് വലിയൊരു സംഭവമായിട്ട് വൈറലൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ChatGPT ക്രിയേറ്റ് ചെയ്തൊരു അവതാറിനെ ബേസ് ചെയ്ത് ന്യൂസ് റീഡറായിട്ട് മലയാളം ന്യൂസ് റീഡ് ചെയ്യുന്ന ഒരു അവതാറാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തവർ. അതുപോലെ തന്നെ പോപ്പുലർ ന്യൂസ് ചാനൽസ് ആയിട്ടുള്ള ഒഡീഷ TV, ഇന്ത്യ ടുഡേ, BBC ഇതുപോലെ എല്ലാ ചാനൽസിലും ഒക്കെ ഇപ്പോൾ ചൈനീസ് ന്യൂസ് ചാനലൊക്കെ നമുക്കിപ്പോൾ നോക്കി കഴിഞ്ഞാൽ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും ഒരു AI ക്യാരക്ടേഴ്സാണ് ന്യൂസ് റീഡ് ചെയ്യുന്നത്. ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന മറ്റൊരു വീഡിയോ ക്രിയേറ്റിംഗ് ടൂളാണ് ELAI.ai എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോയിൽ നിന്നും ജസ്റ്റ് ഫേസോ അല്ലെങ്കിൽ ആ ഒരു ഹെഡ് മൂവ്മെൻറ്റ്സിനല്ലാതെ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ തന്നെ സ്റ്റുഡിയോ ക്വാളിറ്റി ഉള്ള രൂപം ഒരു അവതാറായിട്ട്
വൺ ടൈം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് അവതാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരുന്നത് കാണാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതൊരു ഫോട്ടോ അവതാർ എന്ന ഓപ്ഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് മൂവ്മെൻറ്റ്സ് മാത്രമാണ് അതിൽ നടക്കുന്നത്. കൂടാതെ സ്റ്റുഡിയോ അവതാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊരു പെയ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, കുറച്ച് പ്രീമിയം പേയ്മെൻ്റ് ആണെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഒരു ന്യൂസ് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനൊക്കെയോ സ്ഥിരമായിട്ടൊരു ക്യാരക്ടർ വേണം, അത് നിങ്ങളുടെ തന്നെ ഫേസ് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോഡലിൻ്റെ തന്നെ രൂപം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു ഹൈ ക്വാളിറ്റി ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 to 10 ബിസിനസ് ഡേയ്സിനുള്ളിൽ തന്നെ അവർ ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു അവതാർ നിങ്ങൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത് തരും. സോ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആ ഒരു വീഡിയോയിൽ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് ഓഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇനിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒരുപാട് ബിസിനസ്സിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Thank you.